വെൽക്കം ടു ആനീസ് കിച്ചൺ. ഈ കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മൾ ജലജ ചേച്ചിയായിട്ടൊക്കെ ഒത്തിരി വർത്തമാനം പറഞ്ഞിടയ്ക്ക് ചേച്ചി നമ്മുടെ എപ്പിസോഡിലേക്ക് വന്നപ്പോഴത്തേന് ഒരു ഡെസേർട്ട് നമുക്ക് കൊണ്ടുവന്നില്ലേ. അപ്പോൾ ആ ഡെസേർട്ട് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതുവരെ നമ്മുടെ എപ്പിസോഡ്സിലൊന്നും നമ്മളൊരു ഡെസേർട്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പരീക്ഷിച്ച ഒരു ഡെസേർട്ട്, അത് ഏറ്റവും ഞാൻ എൻ്റെ കേറ്ററിംഗ് നടത്തിയ സമയത്തും ഒക്കെ ഞാൻ നല്ലൊരു ഡെസേർട്ടായിട്ട് കൊടുത്ത ഒരു ഡെസേർട്ടാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതെന്നാണെന്നറിയാമോ, ഞാൻ ചെയ്തത് കോക്കനട്ട് സൂഫ്ലെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. കോക്കനട്ട് സൂഫ്ലേക്ക് ഒത്തിരി എന്നാ പറയുന്ന മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്നാന്ന് പറയാം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പാൽ അങ്ങോട്ട് കാച്ചുമ്പോഴത്തേന് അത് കൈ എടുക്കാതെ കാച്ചണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ അടി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഇച്ചിരി ഒന്ന് അശ്രദ്ധ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ സൂഫ്ലയൊക്കെ തീർച്ച ഏതെങ്കിലും ഒരു പറമ്പിൽ പോകും. അതിലും ഭേദം എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി മെനക്കേടെന്ന് പറയുന്ന ആ പാല് കാച്ചുന്ന നേരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഒരുപാട് സാധനമൊന്നുമില്ല, ഒരു ഇച്ചിരി സാധനങ്ങളൊക്കെ ഉള്ളൂ. എളുപ്പമായി എഴുതിയെടുക്കാൻ ഒരു കരിക്കും പാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു സാധനം മാത്രമേ ഉള്ളൂ പറയാനുള്ളത്, അത് മിക്കവർക്കും അറിയാം. ഒരു ചൈന ഗ്രാസ് വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ ഏതെങ്കിലും ഒന്ന് മതിയാവും. എന്താ വെച്ചാൽ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്നാക്കിയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കുറച്ച് കരിക്കും വെള്ളം എന്ന് പറയുമ്പോഴത്തേനെ ഒത്തിരി ഒന്നും വേണ്ട, ഒരു കപ്പ് വെച്ചു. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കരിക്ക്, ഞാൻ മേടിച്ച കരിക്കിനകത്തുണ്ടല്ലോ ഇച്ചിരി കട്ടി കരിക്കല്ല കിട്ടിയേ, ഇച്ചിരി ഒത്തിരി ടെൻഡറായ കരിക്കാണ് കിട്ടിയേക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ കരിക്ക് അതിൻ്റെ മേലോട്ടൊന്ന് ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതല്ല ഇഷ്ടം മറ്റേ തേങ്ങാ കൂട്ടാവണ്ട, ഇച്ചിരി കടിക്കുന്നതൊക്കെ കരിക്കാന്നേലും ഇച്ചിരി അങ്ങോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് മേലോട്ട് വെതറിയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ ചൈന ഗ്രാസ് ഒരു 10 grams, അതായത് ഒരു പാക്കറ്റാണ് ഞാനിത് എടുത്തേക്കുന്നത്. അതിനെ പിച്ചി കുഞ്ഞാക്കിയേക്കുക. എന്നാൽ അങ്ങനെ ആക്കുന്ന എന്നാത്തിനാണെന്നറിയോ, പെട്ടെന്ന് നമ്മൾ അലുക്കാനായിട്ട് വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് അലുത്ത് കിട്ടും, ഇങ്ങനെ കുഞ്ഞാക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പഞ്ചസാര നമ്മുടെ മധുരം അനുസരിച്ചാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്കാണ്. ഇതൊരു ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കേ ഇതുള്ളൂ. ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കിന് ആ ടിന്നിൻ്റെ കണക്കിന് എടുക്കുവാണെങ്കിൽ 2.5 ടിൻ പാലാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. ഈ പാല് നമ്മൾ പുഡിങ്ങിനും ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ എപ്പോഴും ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ കുറച്ച് കട്ടിപ്പാല് വേണം എടുക്കാൻ. അല്ലാതെ ഇച്ചിരി എന്നാ പറയുന്നത് കട്ടിയില്ലാത്ത എടുത്തു കഴിഞ്ഞാൽ പായസത്തിനും ഇങ്ങനെ ഡെസേർട്സിനും ഒക്കെ കട്ടിപ്പാല ഏറ്റവും നല്ലത്. അപ്പം ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിപ്പാലാണ് എടുത്തേക്കുന്നത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ 2.5 ടിൻ പാലെടുത്തേക്കുന്നില്ല, അതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു 2 കവർ പാല്, ഇച്ചിരി കൂടിയൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ 2.5 ടിൻ അളവ് പറയാൻ വേണ്ടി കറക്റ്റ് ഒരു 2.5 ടിൻ പാലാണ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത്. മധുരം അനുസരിച്ച് പഞ്ചസാര ഞാനിപ്പോൾ ഒരു 2.5 തവി പഞ്ചസാരയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇതെന്നാന്നറിയോ, ഇപ്പം നമ്മൾ പാലിലോട്ട് ഇച്ചിരി പഞ്ചസാര ഇടുവാന്നേൽ ഇച്ചിരി കൂട്ടിയിട്ടേക്കണം. പുഡിങ്ങിനൊക്കെ പായസത്തിനും ഒക്കെ ഇപ്പോൾ കേസരി ആന്നേലും എന്നതാന്നേലും നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയെന്ന് നമ്മളിപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് പുഡിങ് നമ്മൾ ഫ്രിഡ്ജ് വെക്കുമല്ലേ, ആ ഫ്രിഡ്ജ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടേക്കുന്ന പഞ്ചസാരയെന്ന് മധുരം ഇച്ചിരി കൂടി ഒന്ന് കുറയും. അപ്പോൾ ഇച്ചിരി കൂട്ടിയിട്ടാലേ ഇപ്പം നമുക്ക് ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അത് തണുപ്പെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് മധുരം കുറയും. അതുകൊണ്ട് ഇച്ചിരി കൂട്ടിയിട്ടേക്കണം. ഇതിപ്പോൾ ഒരു 2.5 സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിനകത്തോട്ട് ഈ ഫുൾ ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. ഇനി ഇത് അടുപ്പിൽ വെക്കണം. ഇതാ ഞാൻ പറഞ്ഞ ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യമേ തീ കത്തിക്കരുത്. കണ്ടൻസ് മിൽക്ക് നമ്മുടെ ആ പാലിനകത്തോട്ട് നല്ലതായിട്ട് ചേർന്നതിന് ശേഷമേ തീ കത്തിക്കാവുള്ളൂ. ഇനി ഞാൻ തീ കത്തിക്കും. ഇനിയാണെന്ന് ഇച്ചിരി നേരം എടുക്കുന്നത്. എന്നാന്നറിയോ, പാലൊക്കെ ഇച്ചിരി കാച്ചി വരണം, പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിയണം. എന്നാലും ഈ ഡെസേർട്ട് എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ജലജ ചേച്ചി പറഞ്ഞു തന്ന ഡെസേർട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആദ്യം എൻ്റെ ആനീസ് കിച്ചണിലെ സിഗ്നേച്ചർ ഡെസേർട്ട് വേണം ആദ്യം ചെയ്യാൻ.
ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് വേഗം ഉരുകി കിട്ടാനാന്നേൽ നമുക്കൊരു കാര്യം ചെയ്യാം. ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളം, അതായത് കപ്പ് കണക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ, അതിൻ്റെ ഒരു പാനിലോട്ട് ഇട്ടേച്ച് അതിൻ്റെ ഒരു നികത്തിയ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചേച്ചാൽ മതി. അതാ കണക്ക്. എന്നാന്ന് വെച്ചാൽ അതൊന്ന് ഉരുകണം. ഉരുകുമ്പോഴത്തേനും ഒരു ഇച്ചിരി തിക്നെസ് വരും. അപ്പോൾ ആ തിക്നെസ് അല്ല, എന്നാൽ ഇച്ചിരി ഒരു ലൂസായിട്ട്, അതാ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി ഒന്ന് നല്ലതായിട്ട് ഇത് ചേർന്നു. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും എല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകിയേ. അപ്പോൾ ഈ സമയം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, തീ ഇച്ചിരി കുറച്ചേച്ച് നമുക്ക് ആ ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചേക്കാം. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് അതൊന്ന് കുതിർന്നേച്ച് നമ്മൾ എന്നാ പറയുന്നത് ഉരുക്കാൻ വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് നമുക്ക് കാര്യം നടക്കും. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പാത്രം എടുത്തിട്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ 10 ഗ്രാം ചൈന ഗ്രാസ് ഇതിനകത്ത് ഇടുക. ഇട്ടേച്ച് 1 കപ്പ് വെള്ളമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് കുറച്ച് എന്നാ പറയുന്നത് ലൈറ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ടിങ് മാതിരിയേ കിടക്കത്തുള്ളൂ. ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് കൈ വെച്ച് ആ വെള്ളമൊക്കെ ആ ചൈന ഗ്രാസിനകത്തോട്ട് കയറുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ എന്താ പറയുക, എന്താണ്ട് ഈ വെള്ളമൊക്കെ ആ ചൈന ഗ്രാസിൽ നല്ലതായിട്ട് അങ്ങ് പിടിക്കും. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ച് ചെയ്യണം, ഇച്ചിരി വെള്ളവും കൂടെ നികത്തി ഒഴിച്ച് വെച്ചേച്ച് ഉരുക്കാൻ വെച്ചാൽ മതി. ഇനി കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ട് പാലൊന്ന് കാച്ചട്ടെ. ഇപ്പം എൻ്റെ പാല് നല്ലതായിട്ട് തിളച്ചേ. ഈ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല, അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കാവേ. പാലൊരു ഇച്ചിരി തണുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവാൻ ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിനും ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി എന്നാ പറയുക നമ്മൾ കുതിർത്ത് വെച്ചേക്കുക. പക്ഷേ എന്നാന്ന് വെച്ചാൽ അത് ഒരു ഇച്ചിരി ചൂടായേച്ച് നല്ല വെള്ളം പോലെ ആവും, അതിനകത്ത് ഒട്ടും കട്ട പാടില്ലായേ. അഥവാ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുവാന്നേൽ ഇപ്പം ഇച്ചിരി ഒരു എന്താ പറയുന്നത് പിരിഞ്ഞു പോവുകയൊക്കെ ആണെന്നുവെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്തപ്പം പിരിഞ്ഞു പോയി കേട്ടോ, സത്യം പറയാലോ. അന്നേരം എന്നാ ചെയ്തു, ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇച്ചിരി പാലങ്ങോട്ട് ആറി കഴിയുമ്പോഴത്തേക്ക് ഈ ചൈന ഗ്രാസും എല്ലാം ചേർത്തേക്കുമല്ലേ, കരിക്ക് ചേർക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിക്ക് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ പാലിച്ചിരി ഒന്ന് ആറിയിരിക്കുമല്ലേ, അന്നേരം മിക്സിയിലിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ നമ്മളെ ആ പിരിഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം മാറിയിട്ട് നല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് പുഡിങ് കുറച്ചുകൂടെ ഒന്ന് എന്നാ പറയുന്നത് സോഫ്റ്റ് ആവുകയും കുറച്ചുകൂടെ ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ ചൈന ഗ്രാസ് നല്ലതായിട്ട് ഉരുകി ആ നമ്മൾ ചേർത്ത വെള്ളവുമായിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരും. പക്ഷേ ഇത് നമ്മൾ ഈ ചൈന ഗ്രാസ് എപ്പോഴും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ചൈന ഗ്രാസ് ഉരുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് ഉരുക്കി കഴിഞ്ഞു ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് എപ്പോഴും നമ്മളൊരു ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ കട്ടിയാക്കുന്നത്, അതായത് ജലാറ്റിൻ്റെ ഒക്കെ ഒരു നേച്ചർ ചെയ്യുന്ന ഒരു സാധനമാണ്. അന്നേരം പിന്നെ ഉരുക്കി വെച്ചേച്ചൊന്നും എവിടെ വെച്ചേച്ചൊന്നും പോയേക്കല്ലേ. ഇപ്പം ഞാൻ നല്ലതായിട്ട് അത് എന്നാണെന്നറിയോ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇച്ചിരി നേരം ഓഫ് ചെയ്ത് വെച്ചേച്ച് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ, ഈ ചൂട് ഇച്ചിരി ഒന്ന് ആറിയേച്ച് മാത്രമേ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ കരിക്ക് വെള്ളം ഒഴിക്കാനൊക്കത്തുള്ളൂ. അന്നേരം ഒരു ഇച്ചിരി നേരം അതൊന്ന് ആറാൻ വെക്കണം. അതായത് രണ്ടും ആറണം, പാലും ആറണം, എൻ്റെ ചൈന ഗ്രാസ് ഉരുക്കിയതും ആറണം. നോക്കിയാൽ ഞാനൊരു ചിന്ന ബ്രേക്കാണ് ചോദിച്ചത്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങ് എൻ്റെ പാലും ഈ ചൈന ഗ്രാസും ഒന്നും ഒത്തിരി ആറിച്ച് അങ്ങോട്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല, ഇച്ചിരിയൊക്കെ ആവി പോകുന്നുണ്ട്. ഒരു ഇച്ചിരി ഒരു വാമായിട്ടുള്ള ഒരു ചൂട് നമ്മുടെ ചൈന ഗ്രാസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കരിക്ക് വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. ഏതിനകത്താ? ചൈന ഗ്രാസിനകത്തോട്ട്. അതൊരു എന്നാ പറയുന്ന ഒരു 3/4 കപ്പ് ഒഴിച്ചേച്ചാൽ മതിയേ, 3/4 ടിൻ, അതാന്നു അതിൻ്റെ അളവ്. എന്നേച്ച് ഇത് ഈ നമ്മുടെ പാലില്ലേ അതിനകത്തോട്ട് ചേർക്കണം. തിരിച്ച് ഞാനിത് അടുപ്പി വെച്ചെന്ന് പറഞ്ഞാൽ ഇനി ചൂടാക്കുകയില്ല. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതങ്ങ് സെറ്റാക്കാൻ പോവാ. സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒത്തിരി പണിയൊന്നുമില്ല. നമ്മൾ ഏത്
ഏതിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഏത് പാത്രത്തിലാണ് നമ്മൾ മുകളിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് വെച്ചേച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ചൂടോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലേ, അത് വെളിയിൽ വെച്ച് ഒന്ന് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാവും. സെറ്റായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന ബൗളിലേക്ക് ഇത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ പോകുന്ന ബൗളിലേക്ക് ഇത് ഒഴിക്കാൻ പോവാം. അത് ഒഴിച്ചേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാം. കരിക്ക് കൂടുതലുണ്ടെങ്കിൽ ഇപ്പം ഇട്ടോളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷം മേലിൽ മാത്രം കരിക്കിട്ടാൽ മതി. ഇതിപ്പോൾ കോക്കനട്ട് സൂഫ്ലെ ഇപ്പം റെഡിയാ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഒരു കൊഞ്ചിൻ്റെ നമ്മൾ കൊഞ്ച് തീയൽ ചെയ്തതാ, പക്ഷേ കൊഞ്ച് തീയലല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ടെമ്പുറ ചെയ്തതാ, അതൊന്നും അല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു തനി നാടൻ വിഭവമാണ് ചെയ്യുന്നത് കൊഞ്ചിനെ വെച്ചിട്ട്. എന്നാൽ റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ റോസ്റ്റ് ആന്ന്, പെരട്ടാന്നു എന്ന് ചോദിച്ചാൽ അതാന്നു. ഇതെനിക്ക് തന്നെ അറിയാൻ മേല. ഞാൻ ശരിക്കും പരീക്ഷണത്തിൽ കണ്ടുപിടിച്ച ഒരു ഡിഷായത്. ഇതിന് പേരൊന്നുമില്ല, കൊഞ്ച് കറി എന്ന് പറയും. അപ്പൊ ഇനി ആ കൊഞ്ച് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാന്ന് പറഞ്ഞുതരാം. ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി കൊഞ്ച, എനിക്ക് വലിയ കൊഞ്ച് കിട്ടിയില്ല, കുഞ്ഞു കൊഞ്ചാ കിട്ടിയേക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ഞരമ്പെല്ലാം കളഞ്ഞേച്ചാണ് വെച്ചേക്കുന്നത്. ഇതൊരു 1 കിലോളം അടുപ്പിച്ച്, 1 കിലോ എന്നല്ല കൂടുതലാണ് മേടിച്ചേ. എന്നിട്ട് എന്നാ ചെയ്യാനാ, വൃത്തിയാക്കി എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് വേണ്ട ഈ ഒരു ബൗളിനേ ഉള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനിപ്പോൾ കിലോ കണക്ക് പറഞ്ഞാലും നോക്കുകയില്ല, ബൗളിനാണെങ്കിൽ ഈ ഒരു ബൗൾ കൊഞ്ച് എന്ന് നമുക്ക് കണക്കെടുക്കാം വൃത്തിയാക്കിയതിന് ശേഷം. ഇത്രയും കൊഞ്ചാന്നു കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു വലിയ സവാള, അതായത് സവാള ഒരുപാട് കൂട്ടണ്ട, എന്നാൽ ഒരു മീഡിയം സൈസ് 2 സവാള വെച്ചോളൂ. ഈ സവാളയാന്നു ഇതിൻ്റെ ഗ്രേവി ആക്കുന്നത്. അപ്പോൾ ഒത്തിരി സവാള ഇടുവാന്നേ മതിരിക്കും. അതുകൊണ്ട് വേണ്ട, ഒരു മീഡിയം സൈസ് 2 സവാള എടുത്ത് വെച്ചാൽ മതി. ഇത് 2 പച്ചമുളക് അല്ലെങ്കിൽ 3 പച്ചമുളകേ ഞാൻ എടുക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി എരിവുള്ള പച്ചമുളക, അതുകൊണ്ട് ഒരു 3 പച്ചമുളക്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ, അതും ഈ പറഞ്ഞ പോലെ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് മല്ലിയില, മസ്റ്റല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. കറിവേപ്പില, ഇത് മസ്റ്റാ, ഇട്ടേ ഒക്കത്തുള്ളൂ. ഇതെന്നാന്നോ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുക. ഇത്രയും കൊഞ്ചിനാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കിക്കോളൂ. പിന്നെ ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ ഒരു എരിവ് അനുസരിച്ച്. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ഇതിന് എടുക്കുന്നത്. പിന്നെ എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടുക, അതല്ല ഗ്രേവിക്ക് ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂട്ടാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ചെറിയ ഉള്ളി, ഒരു 4-5 ഉള്ളി മതിയാവും. പിന്നെ കടുക് വറുക്കാനായിട്ട് ഇച്ചിരി വറ്റൽ മുളക്, പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മതിയേ, പിന്നെ ഇച്ചിരി കടുക്. ഈ കറിക്ക് ഞാൻ വേറെ എണ്ണയൊന്നും പറയത്തില്ല, നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ല. വെളിച്ചെണ്ണയിൽ നമുക്ക് കൊഞ്ചുകറി വെച്ചാൽ മതി. അതും ചീനച്ചട്ടിയിലൊന്നുമല്ല, ഞാൻ ചട്ടിയിലേ വെക്കുന്നുള്ളൂ, അതിനല്ലേ സ്വാദ്. അപ്പോൾ ഞാൻ ചട്ടി പോയി എടുത്തിട്ട് വരാം. നമ്മുടെ പുഡിങ് എന്നായി എന്ന് നോക്കണ്ടേ. കൊഞ്ചിലൊക്കെ കൈ തൊടുന്നതിന് മുന്നേ നമുക്ക് പുഡിങ്ങിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മുടെ കരിക്കൊന്ന് ഇട്ടേച്ച് ഫ്രിഡ്ജ് വെച്ചേച്ച് വന്നിട്ട് നമുക്ക് കൊഞ്ച് തുടങ്ങാം. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ടേ, ഇതൊരിപ്പോൾ ഹാഫ് സെറ്റാന്നു. അന്നേരം ഉണ്ടല്ലോ, അതുണ്ടോ ഇച്ചിരി നമ്മൾ ഒരു എന്നാ പറയുക, ജെല്ലിയുടെ പരുവത്തിനാന്നു അത് സെറ്റായിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ കരിക്കിടുവാണെങ്കിൽ ഇത് താഴത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഇച്ചിരി ഞാൻ ഇതിനിപ്പോൾ മേലോട്ട് ഇടാവേ. കൂടുതൽ കരിക്കുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സെറ്റ് ആക്കുന്നതിന് മുമ്പേ തന്നെ ഇടാവേ. എന്നാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേന് ഇച്ചിരി കരിക്കൊക്കെ കടിക്കും. കരിക്ക് കൂടുന്നോണ്ട് ഒന്നുമില്ല, പക്ഷെ ഓവറാക്കല് എന്നാ പറയുന്നത്, അധികമായാൽ അമൃതും വിഷം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഇട്ടാച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിലപ്പുറം ഒന്നും എൻ്റെ ആ കരിക്ക് അങ്ങോട്ട് എനിക്ക് പിച്ചി പറിക്കാനൊന്നും നോക്കുന്നില്ല. അന്നേരം അത് ഞാനങ്ങ് വിട്ടേ.
പിന്നെ നേരം കിട്ടുമ്പോൾ ഞാനതങ്ങ് കഴിച്ചോളാം, നിങ്ങൾ കാണാതെ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചേച്ച് വന്നിട്ട് നമുക്ക് കൊഞ്ച് തുടങ്ങാം. നമ്മുടെ പുഡിങ് അവിടെ ഇനി ഇരുന്ന് കുറച്ച് നമ്മുടെ കൊഞ്ച് കറി ആകുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ്ങും സെറ്റാവും. ഇനി എന്താ ചെയ്യണ്ടേ? അടുപ്പ് കത്തിച്ചേച്ച് ചട്ടി ചൂടാവാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പം ചട്ടി ചൂടായേ. ഇനി എന്നാ ഞാൻ വെച്ചാൽ കഴുകുമ്പോഴത്തേക്ക് ഈ ചട്ടിയുടെ അകത്ത് വെള്ളം ഒക്കിയില്ല, അന്നേരം അത് ഒക്കുകയില്ല. മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നറിയോ, ഈ വെള്ളം ഇരിക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി കടുകിടും. ഇപ്പം ഞാൻ കുറച്ച് നന്നായോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പോവാം. ഇതിന് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഓയിലൊന്നും എടുത്തേക്കരുത്, നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ടേബിൾ സ്പൂൺ കണക്കല്ല, ചെറുതാ. അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ഒഴിക്കുന്ന കണക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയല്ല, നമുക്ക് ഒരളവല്ലേ. പിന്നെ എണ്ണയുടെ കൂടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യം അനുസരിച്ചൊക്കെ വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന ഒരു കണക്കിന് പറയുവാന്നേൽ ഒരു 4 ചെറിയ ടേബിൾ സ്പൂണാന്നേ. ഇതിനകത്തോട്ട് കടുക് അറിയാലോ, ഇങ്ങനെ എടുക്കുക. എത്ര കടുക് കൈ കിട്ടുന്നോ അത്രയും ഈ എണ്ണയിലോട്ട് ഇടുക, അതിന് വലിയ കണക്കൊന്നുമില്ല. കടുക് പൊട്ടുന്ന തോറും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ വറ്റൽമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കടുക് പൊട്ടിയേ. ഇനിയിപ്പോൾ ഞാൻ സവാള ഇടാൻ പോവാ. ഇനി ഒരു രക്ഷയില്ല, ഞാൻ കറിവേപ്പില ഇടും. ഇത് ഇച്ചിരി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പച്ചമുളകും കൂടി ഇടാൻ പോകാം. എന്നാന്നറിയാവോ, ഈ പച്ചമുളകും ഉള്ളിയും സവാളയും പച്ചമുളകും ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഈ വഴന്നുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നില്ലേ, അതും കൂടി ഇതിനകത്ത്. ഇത് കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇടാം. എന്നുവെച്ചാണ് ഇച്ചിരി നേരം ഉള്ളത്, നല്ലതായിട്ട് വഴന്ന തക്കാളിയൊക്കെ സ്മാഷായി ഇതിനകത്തോട്ടൊന്നൊക്കെ ആവണ്ടേ. തിക്ക് ഗ്രേവിയാണ് നമുക്ക് വരുന്നത്, അതുകൊണ്ട് നല്ലതായിട്ട് വഴറ്റണം. ആ ഉള്ളി ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമേ നമ്മൾ തക്കാളി ഇടാവുള്ളൂ. ഈ നാടൻ വിഭവങ്ങളൊക്കെ ചട്ടിയിൽ വെക്കുന്നതിനകത്തിനാണെന്നറിയോ, എൻ്റെ രുചി ഒരു പ്രത്യേകം തന്നെയാണ്. അതുമാത്രമല്ല, ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയുവല്ലേ, എണ്ണ ആണേലും ഒരു ചൂട് ചെമ്പാവരി ചോറിനകത്ത് ആ കറിയെല്ലാം എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചട്ടിക്കകത്ത് ഇച്ചിരി അരപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്തോട്ട് ഇട്ട് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇറച്ചി ആന്നേലും മീനാന്നേലും ഇതേപോലെ കൊഞ്ചാന്നേലും എന്നതാന്നേലും ചട്ടിയിലേ വെക്കത്തുള്ളൂ. എല്ലാവരും എടുത്തു കഴിഞ്ഞേച്ച് ലാസ്റ്റ് അതിനകത്തിട്ട് ചോറുണ്ണാൻ ഏറ്റവും ടേസ്റ്റ്. ഇത് ഇച്ചിരി ഒന്ന് വഴറ്റിയേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ടൊമാറ്റോയും കൂടി ഇടാൻ പോകും.
ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വഴറ്റാനുള്ള സാധനം എല്ലാം നമ്മൾ ചേർത്തു. കടുക് പൊട്ടി, വറ്റൽമുളക് ഇട്ടു, സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, തക്കാളി ഇട്ടു, എല്ലാം ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഇട്ടേച്ചുണ്ടല്ലോ, ഇതാണ് ഇച്ചിരി നേരം എടുക്കുന്നത്. അതായത് നമ്മൾ ആ സ്മാഷ് ചെയ്ത് നമ്മുടെ കൊഞ്ചിനകത്തോട്ട് ചേരണം. അതുകൊണ്ട് എന്നാണെന്നറിയാവോ, ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി കൂടി നീണ്ട ബ്രേക്ക് അല്ലേ ചോദിച്ചേ, അന്നേരം പിന്നെ ഇത് ഇച്ചിരിയും കൂടി ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. ഇനി ഈ പരുവത്തിൽ വേണമല്ലോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. ഇത് വഴറ്റുന്ന സമയത്ത് തീ നല്ലതായിട്ട് അങ്ങോട്ട് സിമ്മേ വെച്ചേച്ച് ഇതിനകത്ത് കുറച്ച് അരപ്പ് ചേർക്കാനുണ്ട്. അതെന്നാന്നറിയാവോ, പറഞ്ഞുതരാം. മിക്സി എടുത്തേച്ച്, കുഞ്ഞു മിക്സി എടുത്തേച്ചാൽ മതി, അത്രയ്ക്കുള്ള അരപ്പേ വരുള്ളൂ. സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ടേക്കുക. കുറച്ച് മുളക് പൊടി ഒരു 2 വലിയ ടീസ്പൂണാണേ. പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി പക്ഷെ ഒരുപാട് നിറച്ചെടുക്കണ്ട. ഞാൻ നേരത്തെ മുളക് പൊടി എടുത്ത അത്ര അളവ് വേണ്ട, കുറച്ചൊന്ന് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകാണെങ്കിൽ ഒരു 3-4 എണ്ണം ഇട്ടേച്ചാൽ മതി. പിന്നെ ആന്നേൽ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, അതുകൂടെ ഇടുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ ഇത് അരയത്തുള്ളൂ. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതേണ്ട ഇച്ചിരി ഒരു 1/4ഓളം ഇത് ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അതായത് ഉള്ളിയൊക്കെ അല്ലേ, ആ സമയത്ത് നമ്മൾ ഈ അരച്ചേക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് ഇടണം. ഇതല്ല, ഇങ്ങനെ ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് നമ്മളെടുത്ത പൊടിയൊക്കെ ഇല്ലേ, അതൊരു ഇച്ചിരി ഒരു ചീനച്ചട്ടിയിലോട്ട് മൂപ്പിച്ചിടാമെങ്കിൽ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അതല്ല മൂപ്പിക്കാനൊന്നും നേരം ഇല്ല ആണെന്നുണ്ടെങ്കിൽ ചട്ടിക്കകത്തോട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി. നമ്മൾ ഇട്ടേക്കുന്ന അരപ്പും ആ ഉള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് പെട്ടെന്നാവാനായിട്ടുണ്ടല്ലോ, ഒരു ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന്, അതായത് നമ്മൾ മിക്സി കഴുകി വെച്ചേക്കുമല്ലയോ, അന്നേരം ആ വെള്ളം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ അരപ്പൊക്കെ ഒന്ന് വേവും. പെട്ടെന്ന് നമുക്ക് ആ ഒരു മൂത്തിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഈ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ്, ഇതിനാന്നേലും ഒരു ഇച്ചിരി സമയം എടുക്കുവേ, അതൊന്ന് എണ്ണ തെളിഞ്ഞു വരാനായിട്ട്. അതായത് ആ അരപ്പൊക്കെ ഒന്ന് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പച്ചച്ചോവ അതിനുണ്ടാവും. ഇനി കുറച്ച് സമയം ഇതൊന്ന് എണ്ണ തെളിയണം, അപ്പോഴത്തേക്കും അത് ശരിയാവും. നമ്മൾ ആദ്യം മൂപ്പിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്കിപ്പോൾ തോന്നുമായിരിക്കും അത് എന്നാ പറയുന്നത്, ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയിൽ ഇച്ചിരി പിടിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ അത് പേടിക്കണ്ട, അത് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് മാറിക്കോളും. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ എണ്ണയൊക്കെ തേണ്ട ഈ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ കൊഞ്ചിടാൻ പോവാം. ആ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് തേച്ച് ഈ കൊഞ്ചിനകത്തോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചേച്ച്, ഇപ്പം തന്നെ എന്നാ നല്ല മണവാ വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ കൂടെ വേണം നമുക്ക് ആ ചമ്പാവരി ചോറ് കൂട്ടി ഒന്ന് ചോറുണ്ണാൻ. എന്നാൽ ഇത് കറിയല്ല, ഒരു തിക്ക് ഗ്രേവി ആന്നു. അതുകൊണ്ട് എന്നാ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. കൊഞ്ചൊന്ന് വേവാനുള്ള വെള്ളം മതിയാവും. പിന്നെ ആ കൊഞ്ചിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങുവേ. ഇനിയിപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി
കൊഞ്ച് കുറച്ചു നേരം ഒന്ന് വേവട്ടെ. നമ്മുടെ പാവം കൊഞ്ചല്ലേ, കുറച്ചു നേരം വേവാൻ ഒരു സമയം കൊടുത്താൽ പോരെ നമുക്ക്. കണ്ടില്ലേ, നമ്മുടെ കൊഞ്ച് റോസ്റ്റും ചോറും കോക്കനട്ട് സൂഫ്ലെ ഒക്കെ ഇവിടെ റെഡിയാ. ഇനി ഗസ്റ്റ് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ ഗസ്റ്റിനെ പറ്റി പറഞ്ഞില്ല. നമ്മൾ സൂഫ്ലെ ഉണ്ടാക്കിയപ്പോഴും കൊഞ്ച് റോസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴും ഒന്നും ഞാൻ പറഞ്ഞില്ല. അത് വേറെ ആരുമല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പരിചയമുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ കിഷോർ സത്യ കുടുംബസമേതമാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. ഇനിയിപ്പം ഈ പറഞ്ഞ കൂട്ടോ ഞാൻ ഒത്തിരി പറയുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഫെമിലിയർ ആവുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബാലേന്ദ്രനെ ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ നമുക്ക് അറിയാവുന്നത് അല്ലേ. അപ്പം ഇനി ഞാൻ കിഷോർ പറയുന്നതിനെക്കാട്ടിലും ഡോക്ടർ ബാലേന്ദ്രനെ നമുക്ക് കുറെ കൂടെ വിശേഷങ്ങൾ അറിയാൻ പറ്റും അല്ലേ. അതായിരിക്കും നമ്മളുമായിട്ട് കൂടുതൽ, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളത്. നമസ്തേ 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 നമസ്തേ. ഹായ്, ആനീസ് കിച്ചന്റെ അടുക്കളയിലേക്ക് സ്വാഗതം കേട്ടോ. സ്വാഗതം, സന്തോഷം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ കിഷോറിന്റെ ഒരു ഡയസ് ഞാൻ എടുത്തേക്കുവാന്ന് തോന്നുന്നു, ഒരു ആങ്കറിന്റെ അല്ലേ. ഞാനിപ്പോ ഒരു ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ആങ്കർ ആയിട്ട് ഇവിടെ നിൽക്കുന്നേ. എന്നതേലും തെറ്റ് തിരുത്താനുണ്ടോ? ഒന്നുമില്ല, ഞാനെപ്പോഴും എല്ലാവരും സാധാരണ ആൾക്കാർ ചോദിക്കും ഈ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്നുള്ളത്. ബേസിക് ആയിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ബീങ് ആൻ ആങ്കർ, ബി യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ആനി വളരെ കൃത്യമായിട്ട് എന്താ വെച്ചാൽ അത് ചെയ്യുന്നു. കാരണം നമ്മൾ എപ്പോഴും കണ്ടു ശീലിച്ചതോ ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്നില്ലേ, നമ്മൾ ആക്ടേഴ്സാണ്, ആക്ടർ ആയിരുന്നു. അപ്പൊ ആനയുടെ രീതിയിൽ അഭിനയിക്കുന്നു, ഞാൻ എൻ്റെ രീതിയിൽ അഭിനയിക്കുന്നു. നമ്മൾ ആരെങ്കിലും അനുകരിക്കാൻ പോയ പക്ഷേ അത് ശരിയായില്ല. അപ്പൊ ഒരാളിവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയുള്ള ആങ്കറിങ്ങിന്റെ ഏരിയയിൽ നമ്മൾ എന്താണോ അത് നമ്മൾ ചെയ്യുക. അപ്പം ഈ പുതിയ പിള്ളേരൊക്കെ വരുമ്പോഴത്തേനും ഇല്ലേ, അവര് സ്റ്റേജ് നമ്മുടെ കയ്യിലെടുക്കണം എന്നോ അങ്ങനെ അഫ്കോഴ്സ് ഒരു ആങ്കറിനെ അത് ഒക്കത്തുള്ളൂ. അപ്പം ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും? ഒരു ടിപ്സും ഇല്ല. ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പറയാം, രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഇതിപ്പോ ഒരു ഫ്ലോറിലുള്ള ഷൂട്ടാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, കാരണം നമുക്കൊരു റീടേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തെറ്റിപ്പോയാലും. ബട്ട് നമ്മൾ ലൈവ് ഇവൻറ്റ്സിലാണ് ഈ പറയുന്ന കാര്യങ്ങളുള്ളൂ. കാരണം ലൈവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് നമ്മളൊരു എന്താ പറയുക, നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ്, പ്രത്യേകിച്ച് കാണുന്ന പോലെ നമ്മൾ ഈ അവാർഡിനായിട്ട് മറ്റ് കാണുന്നത് വളരെ ഭംഗിയാണ്. പക്ഷേ ഒരു പുറകിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ള് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ സമയത്ത് നമ്മുടെ ഒരു സെൻസ് ഓഫ് എമർജൻസി, അതുപോലെ എന്താ പറയുക ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ കുറച്ച് ബുദ്ധിപരമായി ഞാൻ പറയാൻ വരുമായിരുന്നു. ബുദ്ധിയുള്ളവർക്ക് സ്റ്റേജ് കയ്യിലെടുക്കാൻ ഒക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇച്ചിരി കുറവാന്നാ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ കിഷോർ, എനിക്ക് ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാറില്ല. പ്രേക്ഷകരുണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ച് എന്നതേലും സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ അപകടങ്ങൾ ഉണ്ടാവും സ്റ്റേജിൽ. സ്റ്റേജിൽ എന്ന് പറയാൻ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു നമ്മുടെ അമൃതയുടെ തന്നെ ഒരു അവാർഡ് നൈറ്റിൽ ബാക്ക് സ്റ്റേജിൽ സപ്പോസ് ടു ബി ആരോ ഒരാൾ അവാർഡ് കൊടുക്കണം. പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിയിട്ട് അപ്പോൾ നമ്മുടെ രാജഗോപാൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അവരുടെ ബാക്ക് സ്റ്റേജ് സാറല്ല, രാജഗോപാൽ സാറല്ല, വേറെ ഏതോ ഒരു പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മൾ ഇതെല്ലാം നടക്കുന്നത് പ്രേക്ഷകരെ നോക്കി, പ്രേക്ഷകർ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ പറയുന്ന ഒരാൾ പേപ്പറും കൊണ്ടുവരുന്നു, ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെ മാനേജ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ആളുടെ പേര് വിളിക്കുന്നു. പേര് വിളിച്ചു കഴിഞ്ഞ് നമ്മളുടെ സ്റ്റേജിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ പുകയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര പുകയൊക്കെ കഴിഞ്ഞ് ഈ ഗസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ പുകയ്ക്കിടയിൽ കൂടെ രാജഗോപാൽ സാർ ആരും പറയാതെ നടന്നു വരുന്നു. ഇതൊരു ക്രൈസിസ് ആണ്, ഒരു സ്റ്റേജിലൊരു ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് ഇത് ഒരു അപകടം സംഭവിച്ചതാണെന്ന് ജനങ്ങൾ അറിയാതെ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. ആ സമയത്ത് ശരിക്കും ഇതായില്ലേ, വല്ലാണ്ടായില്ലേ, വരുന്നത് രാജഗോപാൽ സാർ അല്ലാന്ന് പറയുകയും ചെയ്തു. പറഞ്ഞു വേറൊരാളെന്ന് സാർ, പക്ഷെ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളത് മാനേജ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ അതിൽ എനിക്ക് തോന്നുന്നു KS സേതുമാധവൻ സാറിനാണ് തോന്നുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ളൊരു അവാർഡ് ഉണ്ടായിരുന്നു. അത് കൊടുക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു തോന്നുന്നു, എനിക്ക് അതാരാണെന്ന് ഓർമ്മയില്ല. അപ്പം നമ്മളിത് പറയുന്നു. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിൽ അഷേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് ഒരു 6 അടി പൊക്കമുള്ള പെൺകുട്ടികളുണ്ട്, അവരെ നല്ല മെറൂൺ സാരി കുടിപ്പിച്ച് നിർത്തും. ഞാൻ എപ്പോഴും പറയും അങ്ങനെ ചെയ്യരുത്, കാരണം ഇത് ഹൂ ഈസ് ഹൂ എന്ന് അവരറിയണം. അപ്പം ഇവർ തളികയിൽ ഈ അവാർഡും മറ്റേ പ്രശസ്തി ഫലവും ഒക്കെ ആയിട്ട് വന്ന് നേരെ കൊണ്ട് ഇത് KS സേതുമാധവൻ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പറയാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രൈസിസ് ആണ്. അത് നമ്മൾ അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ കൂവി നശിപ്പിക്കാത്ത രീതിയിൽ മാനേജ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകും. കൂവിയോ? അല്ല ശരിക്കും ഏതെങ്കിലും ഇല്ല അല്ലേ? അപ്പൊ ബുദ്ധി ഉണ്ടെന്ന് ചുരുക്കം. ഇപ്പൊ മനസ്സിലായില്ലേ? അതല്ല, ഇവിടെ അങ്ങനെ പതുങ്ങി നിൽക്കും. നിങ്ങളുടെ തോന്നുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ, വിശേഷമൊക്കെ അടുക്കള വരുമ്പോ പെണ്ണുങ്ങളോടാ കൂടുതൽ വിശേഷം ചെയ്യണല്ലേ? ഈ എന്റെ അടുക്കളയുടെ പോട്ടെ, എന്റെ കിച്ചൺ ആനി ഷോ കാണാറുണ്ട്? എല്ലാ ഷോ ഇത് ഓൾമോസ്റ്റ് കണ്ടു എന്നാണ് എന്നോട് പറഞ്ഞു. ഞാൻ കാണാറുണ്ട്. കിഷോറിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഞാൻ കാണാറുണ്ട് അല്ലേ? ഇഷ്ടമാണോ ഞങ്ങളുടെ ഷോയൊക്കെ? അത് പോട്ടെ, ഈ പാചകമൊക്കെ അവിടെ പരീക്ഷിക്കുന്നുണ്ടോ? അത് എന്നെക്കാട്ടിലും നല്ല മിടിക്കാന്ന് പാചകത്തില്? എന്നാ പറയാ? അല്ല, വേറൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇന്നത്തെ എപ്പിസോഡ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? എന്തായാലും 7-8 കൊല്ലമായി. ഇന്ന് വരെ ഒരു പ്രോഗ്രാമില് എന്റെ ഭാര്യ പങ്കെടുത്തില്ല. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പ്രോഗ്രാം. ഞാനൊരു കാര്യം പറയട്ടെ, അത് നല്ല മനസ്സുള്ള ഞങ്ങളെ പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് അല്ലേ? സാധാരണ ഒരു ഫോട്ടോ നമ്മളറിയാം, ഇപ്പൊ ഈ പത്രക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ ചേർത്തുള്ള ഫോട്ടോ വേണം, കൊച്ചിന്റെ ഫോട്ടോ വേണം. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും എൻ്റെ ഭാര്യയും കൊണ്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. അല്ല, പുള്ളിക്കാരി എനിക്കൊരു ഓപ്ഷൻ തന്നു, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു ഭാര്യയെ സംഘടിപ്പിച്ചോളാം. അത്രയും ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഈ പ്രോഗ്രാമിൽ വന്ന് നിൽക്കുന്നത്. എന്റെ ദൈവമേ, കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ വേറെ ഭാര്യയെ കേട്ടാൽ ഇത്ര നല്ല മനസ്സ് വേണ്ട മോളെ, വേണ്ട. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കിടന്നു. പ്രാവർത്തികമാക്കിയില്ല ഇതുവരെ. കൊതി ഉണ്ടെന്നപ്പോ സമ്മതിക്കല്ലേ മോളെ, ഞാൻ അതിനൊരു തുടക്കം ഇട്ട് തരാം. എന്നിട്ട് ക്യാമറയുടെ മുമ്പൊക്കെ നിന്ന് കേട്ടോ, ഇനി പേടിയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇരുന്ന് ഇത് കണ്ട കൊച്ചും കൂടെ ഒന്ന് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ചുമ്മാ അതെ ആൻറ്റി ഒരു ചുമ്മാ ഒരു എന്നാ പറയുന്നത് താറാവാന്ന് പറയും. പക്ഷെ മോനെ കണ്ടാൽ തോന്നത്തില്ല. പക്ഷെ ആൻറ്റി പറഞ്ഞുതരാം, ഇത് ആൻറ്റി ഉണ്ടാക്കിയ താറാവാന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഡെസേർട്സ് ഒക്കെ ഇഷ്ടമാണോ? ഐസ്ക്രീം ഇഷ്ടം? ഐസ്ക്രീം ഇഷ്ടമാണോ? ആണോ? ഏതാ ഫ്ലേവർ ഇഷ്ടം ഏറ്റവും കൂടുതൽ? ചോക്ലേറ്റ്. ഓഹ്, എനിക്ക് വാനില ഇഷ്ടമല്ല. ഓ അങ്ങനെ, ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് അല്ലേ? പിസ്ത ഇഷ്ടല്ല? പിന്നെ സ്ട്രോബെറി. ഓ, സ്ട്രോബെറി ശരി കേട്ടോ. പിള്ളേർക്ക് എല്ലാം ഇത് തന്നെയാക്കാല്ലേ. ഞാൻ എങ്ങനെ ഇരുന്നാലോ നോക്കുന്നത് അല്ലേ? വിളമ്പേച്ച് വേണ്ടേ ഇരിക്കാൻ. പക്ഷേ ഇന്ന് നോക്കുമ്പോനെ പേരെന്താടാ? നിരഞ്ജൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ലെക്കോൾ ചെമ്പക. ഏത് ക്ലാസ്? ഏത് ക്ലാസ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ. അഭിനവ്. ആന്നാ? അഭിനവിന് ഒത്തിരി ഇഷ്ടമാണോ? ഇഷ്ടം കൂടുമ്പോ തല ഉണ്ടാക്കോ? ക്ലാസ്സിൽ പഠിക്കോ? അത് പഠിക്കാതെ പോകുമ്പോ അഭിനവിന്റെ നോക്കി എഴുതോ? പഠിക്കും അല്ലേ? അപ്പൊ അഭിനവിന് കാണിച്ചു കൊടുക്കത്തേ ഉള്ളു. പഠിച്ചില്ലെങ്കിൽ അഭിനവ് പഠിക്കാതെ വന്ന മോൻ കാണിച്ചു കൊടുക്കോ? ഇതാണ് ആൻസർ, വേഗം എഴുതിക്കൊള്ളാൻ പറയോ? കാണിച്ചു കൊടുക്കൂലേ? ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇച്ചിരി ഒക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാരും ഓരോ ആൾക്കാർ പഠിക്കണം. ഓ, അങ്ങനെയൊന്നും എന്റെ അപ്പ ഉപദേശിക്കരുത് പ്ലീസ്. പിള്ളേർ ഒരു എന്റെ ഒരു ദിവസം പറഞ്ഞു, അയ്യോ എന്നെ ഒരാൾ പിടിച്ചു കളി. ഞാൻ പറഞ്ഞു, നീ അവനെ തിരിച്ചു പിടിച്ചു കളണം. അത്രേ ഉള്ളൂ. ആമ്പിള്ളേർ വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ഒരു കൊഞ്ച് റോസ്റ്റ് അല്ല, എന്നാ കൊഞ്ച് എന്ത് പേര് പറയുന്നത് ആണ്, അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല. ഇതിനൊരു പേര് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല, അതാണ് സത്യം. ഇച്ചിരി സ്പൈസി, അതുകൊണ്ട് കുഞ്ഞിന് ഞാൻ ഇഷ്ടമോ? ഞാനാണെങ്കിൽ പേടിച്ചായിരുന്നത്. ഇതേ കുഞ്ഞിന് വാനില ഐസ്ക്രീം അല്ല, ആൻറ്റി ഒരു കോക്കനട്ട് സൂഫ്ലേ ഉണ്ടാക്കിയ കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാ. എന്നിട്ട് ഇനിയിപ്പോ അപ്പ അമ്മ വെളിയിൽ കൊണ്ടുപോകുമ്പോ പറയണ ഈ സാധനം മേടിച്ചു തരാം കേട്ടോ. രൂപമൊക്കെ കൊള്ളാം. അതെ, പ്രസന്റേഷൻ എപ്പോഴും നല്ല. അതാ എനിക്ക് തോന്നുന്നു കിഷോർ എന്നുള്ള പേരെ പോയി. അറിയില്ല, ചിലപ്പോൾ പലർക്കും അറിയില്ല. ഡോക്ടർ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, സത്യം. അതിനകത്ത് ശരിക്കും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ തന്നെ ഉണ്ട്. അമ്മ തന്നെ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചു, അതിനകത്ത് കുഞ്ഞ് ശരിക്കും കിഷോറിന്റെ ആണെന്ന്. ഇല്ലേ, അങ്ങനെ കിഷോർ കേട്ടില്ലേ? സത്യം പറയും. കേട്ടിട്ടില്ലെന്നല്ല, ജീവിതത്തിൽ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എവിടെ പോയാലും അക്ഷരോട് ചോദിക്കും, കിഷോർ സത്യത്തിൻ്റെ മകളാണല്ലോ. എന്നോട് ചോദിക്കും, കഴിഞ്ഞ ദിവസം മോനെ വിളിക്കാൻ വേണ്ടി സ്കൂൾ ബസ് ആ മെയിൻ റോഡിൽ വരത്തുള്ളൂ, അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട്, മോക്കേ ഇതാ
കടുകും മുളകൊക്കെ ഒഴിഞ്ഞിട്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് പറയാം, സാറിൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എവിടെ പോയി ഇത് തന്നെയാണ് ആ കുട്ടിയും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. ഈ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടു, ഇതാണ് എൻ്റെ മകൻ, അതെൻ്റെ മകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾക്കാർ ഞാൻ പറയില്ല, കുട്ടിയുടെ പേര് അക്ഷര കിഷോർ എന്നാ. ആദ്യമൊക്കെ കിഷോർ ആങ്കർ ആയിട്ടാണോ വന്നത്? അല്ല, ഞാൻ ആക്ച്വലി ഔസൻ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസ് തോമസ് എന്ന് പറയുന്ന നമ്മുടെ മായാമോഹനിയൊക്കെ ജോസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഞാൻ ദുബായി പോയി റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, എനിക്ക് അന്ന് അതായത് താല്പര്യം, ഈ അഭിനയത്തിന് താല്പര്യമില്ല, ഡയറക്ഷനാണ് താല്പര്യം. പിന്നീട് ഞാൻ അവിടെ പോയത് അവിടെ ഒരു റേഡിയോ മൽക്കോൺ റേഡിയോയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു പോപ്പുലർ റേഡിയോ ആണ്, ഒരു മലയാള സ്റ്റേഷനുണ്ട്, ഹിന്ദി സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഐ യൂസ് ടു എന്താ പറയുക മീറ്റ് നമ്മുടെ എല്ലാ ആക്ടേഴ്സിനും, അമിതാഭ് ബച്ചൻ മുതൽ മമ്മൂക്ക ലാലേട്ടൊക്കെ നമ്മൾ റേഡിയോയിൽ വരും. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിനിമ നമ്മൾ സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനെപ്പോഴും പറയും, സിനിമയിലോട്ട് കയറാനൊരു വാതിലേ ഉള്ളൂ, ഇറങ്ങിപ്പോൾ വാതിലില്ല. ഒരിക്കൽ കയറിയാൽ ഇറങ്ങത്തില്ല, ഇറങ്ങാൻ പറ്റില്ല. പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു എളുപ്പ വഴിയായിരുന്നു, ഇനിയും സിനിമ അഭിനയിച്ച് നോക്കിയാലോ. അപ്പോൾ ആരഭിനയിപ്പിക്കും? ഇപ്പോൾ ജോസേട്ടനോട് ചോദിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പുള്ളി ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചു, അഭിനയിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു, അഭിനയിക്കാൻ അറിയാമോ എന്നെനിക്കറിയില്ല. അടുത്തൊരു ചോദ്യം, കോൺഫിഡൻസ് ഉണ്ടോ എന്നായിരുന്നു. കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ എല്ലാ ഏരിയയിലും കോൺഫിഡൻസ് എന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്നപ്പോഴാണ് യൂത്ത് ഫെസ്റ്റിവലൊരു പടം വന്നത്. അതിലൊരു 2 ഹീറോയും ഒരു ആൻറ്റി ഹീറോ ആയിരുന്നു. അങ്ങനെ ആ പടത്തിലോട്ട് ഒരു ജോലിയൊക്കെ ലീവൊക്കെ എടുത്ത് വന്ന് അഭിനയിച്ചു. ആ സമയത്ത് ഒരു സിനിമാ സമരമൊക്കെ ഉണ്ടായി, സിനിമ മുടങ്ങി, ഞാൻ തിരിച്ചുപോയി. ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല ജോലി, പിന്നെ രാജ്യമൊക്കെ, പിന്നെ ലീവ് കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സിനിമ ഉപേക്ഷിക്കണം. അങ്ങനെ ജോലി ഉപേക്ഷിക്കാമെന്നൊരു ധീരമായ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് റിസ്ക് എടുത്തു. പടം വന്നു. പടം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയില്ല. അതറിയാലോ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് പറയുന്ന ആക്ടറുടെ ഒരു കരിയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂവീസും അപ്പോഴത്തേക്ക് അഗൈൻ വെൻ ബാക്ക് ടു മമ്മൂക്ക ലാലേട്ടനിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇവിടെ തസ്കര വരുന്നൊരു പടം മമ്മൂക്കയുടെ കൂടെ ചെയ്തു. പക്ഷേ അതുകൊണ്ട് കരിയർ വൈസ് ആയിട്ട് നമുക്കൊരു ബെനിഫിഷ്യൽ അല്ല, ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി സിനിമയാണ്. അങ്ങനെയാണ് പിന്നെ ഒരു സീരിയൽ ചെയ്യുന്നു, സീരിയൽ ഹിറ്റ് ആവുന്നു. ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം, റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം സീരിയൽ ഞാൻ ആ പടം 4 സീരിയൽ ഈ ഒരു 10 ഇയേഴ്സിനിടയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മാക്സിമം ഈ സെലക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുന്നു. കാരണം ടെലിവിഷനിൽ ഞാൻ പറയില്ല, നമുക്ക് അറിയാലോ എല്ലാം ഒരേപോലെയൊക്കെയുള്ള ഒരു റെഗുലർ സ്റ്റഫ് ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതൊരു ഫീമെയിൽ ഡ്രിവൺ വേൾഡാണ്, സ്ത്രീകൾക്കാണ് ടെലിവിഷനകത്തും കാഴ്ചക്കാരിലും ഒരു പ്രാധാന്യം. അത് അത്രേ ഉള്ളൂ. കാര്യം വെച്ചാൽ വീട്ടമ്മമാർക്ക് പിന്നെ എന്നാ വീട്ടമ്മമാര് സ്ത്രീകളുടെ മാത്രമേ, പുരുഷന്മാരുടെ കഥ കണ്ടാ എന്താ കുഴപ്പം? ഞാൻ അമൃതയിൽ ദ ഓഫീസർ എന്നൊരു സീരിയൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു മെയിൽ ഓറിയന്റഡ്. ഞാനുള്ള കാര്യം ഞാൻ അങ്ങനത്തെ കണ്ടോളാം. പക്ഷെ ഈ വെടിവെക്കുന്നതും തല്ലുന്നതും ചവിട്ടുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണണ്ട. അതിന് പകരം കുറച്ചൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അത് ഏട്ടനകത്തെ പടമല്ലേ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വീട്ടിലായിരിക്കുന്ന അമ്മമാർക്ക് കുറച്ചുകൂടെയൊക്കെ എന്റർടൈനിങ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം. ഇപ്പൊ കുടുംബം പോലും വെച്ച് കഴിഞ്ഞാൽ അമ്മ വഴക്കുണ്ടാക്കുന്നതും കൊച്ചിനെ തെറിപ്പിക്കുന്നതും ഒക്കെയാ കാണുന്നില്ല. ഒരു മൊത്തത്തിലൊരു നെഗറ്റീവ് അപ്രോച്ച്. സീരിയൽ കണ്ടന്റ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ പലപ്പോഴും സീരിയലുകൾ എന്ന് പറഞ്ഞാൽ ഉടനെ പൊങ്കാലയാണ്, മറ്റേ ഫേസ്ബുക്കിനകത്തുള്ള സീരിയലിനെ തെറി വിളിച്ചുകൊണ്ട് പൊങ്കാലയാണ്. ഇതിൽ ഒരു വിഷയമുള്ളത്, നമ്മളിത് കണ്ടന്റ് മോശമാണ്. ഇപ്പം ഞാൻ കണ്ടന്റിൽ എനിക്കും എതിരഭിപ്രായമുണ്ട്. ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി ഒരുപാട് മാറേണ്ടിയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് മാറുന്നില്ല? എനിക്കറിയാം, ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർ ഈ ടെലിവിഷൻ റേറ്റിംഗ് സംഗതി വ്യാഴാഴ്ച വരും. ഈ റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ടെലിവിഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരസ്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് മോശമായൊരു കാര്യമാണെങ്കിൽ നിങ്ങളത് കാണാതിരിക്കുക. നിങ്ങളത് കാണാതിരുന്നാൽ ആ ആഴ്ചത്തെ റേറ്റിംഗ് വരുമ്പോൾ അവിടെ ഇന്ന സീൻ അല്ലെങ്കിൽ ഇന്ന അമ്മായിമ്മ പോലും ഏറ്റില്ല എന്നിവർക്ക് മനസ്സിലാക്കി അവർ തിരുത്താൻ തയ്യാറാകും. അതുപോലെ തന്നെ സീരിയലിലുള്ള കണ്ടൻറ്റ് മോശമാണെങ്കിൽ എൻ്റെ മകനോ എൻ്റെ ഭാര്യയോ അത് കാണുന്നത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാനുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകനുണ്ടായാൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ സീരിയൽ കാണിക്കുന്ന മുഴുവൻ കണ്ടുകൊണ്ടിരുന്നിട്ട് അയ്യോ ഇതെന്താ ചോദിക്കരുത്. ഇതുവരെ അഭിനയിച്ചാൽ ഏറ്റവും ബിഗ് സ്ക്രീൻ ഓർ സ്മോൾ സ്ക്രീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് കോഡിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് റീമേ ഞാനുമായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചു. അതൊരു ട്രയോളജി ഫിലിമായിരുന്നു. 3 ഫാമിലിയുടെ കഥ. അപ്പോൾ ഒരു ഫാമിലി ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു. അതിൽ ഞാൻ മെഹബൂബ് എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ ചാലഞ്ചിങ്. ഇപ്പം എന്നെ ഒരാൾ കണ്ടാൽ, ഞാൻ ഈ ഡോക്ടർ ബാലേന്ദ്രൻ ലുക്ക് വരെ ആയിരിക്കാം മീശയൊക്കെ പിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയി ഡോക്ടർ പോന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ഒരു ഡയറക്ടർ കൺസീവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നല്ലൊരു ഭർത്താവ്, നല്ലൊരു എന്താ പറയുക, ഒരു IAS കാരൻ, അങ്ങനെയുള്ളൊരു മാന്യനായ ഒരാളായിട്ട് എൻ്റെ രൂപത്തിനുള്ള കഥാപാത്രങ്ങൾ പെട്ടെന്ന് കൺസീവ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ
ഇയാൾ സ്വന്തം ഭാര്യ അവരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന അത്രയും മോശപ്പെട്ട ഒരു ക്യാരക്ടർ. അപ്പം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ ആരും അത്തരം ഒരു കഥാപാത്രം എനിക്ക് തന്നിട്ടില്ല. അപ്പം അത് ലിജോ മാത്രമേ അതൊരു ചാലഞ്ചാണ്. ഒരു ഡയറക്ടർ ഒരു ആക്ടർക്ക് തരുന്നൊരു ചാലഞ്ചാണ്. പല ഡയറക്ടേഴ്സും ആ ചാലഞ്ച് എടുക്കാറില്ല. അപ്പം അങ്ങനെ ഒരു ചാലഞ്ച് എടുത്ത ഡയറക്ടറായിരുന്നു ലിജോ. അതുപോലെ നമുക്ക് ആ ക്യാരക്ടർ എനിക്ക് ഒത്തിരി സിനിമ കൊമേഴ്ഷ്യലി ഒരു ഫെയിലിയറാണ്, പക്ഷേ വളരെ നല്ല അപ്രീസിയേഷൻ ആ ക്യാരക്ടറിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അജു വർഗീസ്, ഞാൻ സുഹൃത്തുക്കൾ, അജുവിന് നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചോ അല്ലാത്ത പരിചയത്തിൽ അജു ഈ കഥാപാത്രം കണ്ടിട്ടുള്ളൊരു ഇഷ്ടത്തിലൂടെയുള്ള സൗഹൃദം. അപ്പോൾ അത് എനിക്ക് ചെയ്തതിലേക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, കാരണം അത് ഇതുകൊണ്ടാണ്, കാരണം നമ്മളെ യൂഷ്വലി ചിന്തിക്കാത്ത ഒരു ക്യാരക്ടർ ഒരാൾ ഏൽപ്പിച്ചത് ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇനി കിഷോർ കുറച്ചു നേരം കഴിക്കും, ഞാൻ അവിടെ ഇങ്ങോട്ട് നോക്കൂ, എന്നെ നോക്കൂ. ഇത്രയും നേരം ഭർത്താവ് സംസാരിച്ചില്ലേ? ഇനി ഭർത്താവ് സംസാരിച്ചു, പിന്നെ ഗ്യാപ്പ് പറയാം. നോൺ സ്റ്റോപ്പ് വീട്ടില് നോൺ സ്റ്റോപ്പാ? അത് ഭയങ്കര റിസർവ്ഡ് ആണ്. അല്ല, റിസർവ്ഡ് ഒന്നുമല്ല, എല്ലാം വർത്താനമൊക്കെ. ഓക്കെ, വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ നാടൻ ഭക്ഷണമാണോ? ഭക്ഷണം കിഷോറിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ല, കാരണം ഭക്ഷണം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണോ? അതെ അതെ. അപ്പൊ രുചിയേക്കാൾ ഉപരി ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, രുചിയെക്കാട്ടിൽ കൂടുതൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് പക്ഷെ ഇത് കുഴപ്പമില്ല, ഇതൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. അല്ല, ഇത് ഇച്ചിരി ഹെൽത്ത് നമ്മുടെ പിന്നെ അത് പറയാൻ എന്താ, ഞാൻ കൊതിക്ക് ഇത്തിരി കഴിച്ചേക്കാം എന്ന് പറയും. കൊതിയുണ്ട്, എന്നാ പിന്നെ ശരീരം ഇച്ചിരി ഒന്ന് ഇതായി പോയാൽ അതും ടെൻഷൻ. അതുകൊണ്ട് കൊതിക്ക് ശകലം കഴിച്ചേക്കാം. അപ്പൊ ഭർത്താവിന്റെ മുമ്പ് ഇരുന്ന് ഭയങ്കര രുചിയായിട്ട് ചോറും മീൻകറിയൊക്കെ കഴിക്കുവോ? കഴിക്കും. ഞാൻ പിന്നെ കൊണ്ട് കൊടുക്കും, ഞാൻ പറയും ചേട്ടാ ഇത്തിരി കഴിച്ചോ, നമുക്കൊരു സങ്കടമില്ല, നമ്മളൊരു നല്ല കാര്യം കഴിക്കുമ്പോ ഹസ്ബൻഡ് കഴിക്കാതിരിക്കുമ്പോ ഒരു വിഷമല്ലേ, ഇത്തിരി കഴിച്ചു. അവനെ പറയും നീ ഭക്ഷണത്തിലൂടെ എന്നെ സ്നേഹിക്കരുത്. പക്ഷെ എല്ലാ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പത്തേക്ക് എല്ലാ അമ്മമാരും ഉപദേശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി എല്ലാ ഭർത്താവിന് കൊടുക്കണം അല്ലേ? ഞാൻ ആദ്യമായിട്ടേ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടേ ചെന്നിട്ടേ ആദ്യമായിട്ടേ പുട്ടുണ്ടാക്കി കൊടുത്തു. അല്ല, ഉപ്പില്ലാണ്ട്. അതോടുകൂടി അല്ല, പക്ഷെ കിഷോറും അച്ഛനും കഴിച്ചു. പക്ഷെ കിഷോറിന്റെ ബ്രദർ വന്നപ്പം പറഞ്ഞു ഇതിന് ഇത്തിരി ഉപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി. കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നല്ലേ, അപ്പൊ ഇവരെ കുറ്റവും പറഞ്ഞാൽ കുഴപ്പം. നല്ലൊരു മികച്ച കുക്കായി. അറേഞ്ച് മാരേജ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷമല്ലേ പെണ്ണ് കാണാൻ പോയി? അതെ അതെ അല്ലേ? സെലിബ്രിറ്റി ഒന്നുമല്ല ഞാനിപ്പോഴും, അതാ ഒരു സ്വഭാവത്തിന്റെ ഹംബിൾനെസ് ഒക്കെ. അല്ല, അങ്ങനെയല്ല നടക്കുക. സ്വാഭാവികമായിട്ട് ഒരു നോർമൽ പേഴ്സൺ അതാ നല്ല ഏറ്റവും. അല്ല, അപ്പൊ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ താര വെക്കാതെ നടക്കുന്ന ഒരാളാണ്. ചിലപ്പോ നിന്ന വേഷത്തിൽ ഇറങ്ങിപ്പോ റോഡിൽ. എന്നോട് എന്റെ ഭാര്യ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പുറത്തിറങ്ങരുത്, നീ ചരിത്ര വൃത്തിക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചോളൂ. അല്ല, ഞാൻ ഒരു ദിവസം നിൽക്കുമ്പോ മറ്റേ കാറ് കഴുകിക്കൊണ്ട് നിൽക്കാനും മറ്റേ ബർമൂടിയൊക്കെ ഇട്ടിട്ട് അത് ഫുള്ള് അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ കീ ഒക്കെ എടുത്തിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എവിടെ പോവാ? ഞാൻ സൂപ്പർ മാർക്കറ്റിൽ. അത് മാത്രമേ ഒരു ലെവൽ മാറ്റണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഈ പെണ്ണ് കാണാൻ വന്നപ്പോഴേ സെലിബ്രിറ്റി ആയില്ലേ അന്ന്? അപ്പൊ ഒരു സെലിബ്രിറ്റി വന്നൊരു പെണ്ണ് കാണാൻ വരുമ്പോഴും തിരിച്ചങ്ങോട്ടും ഉള്ള ഒരു മെന്റാലിറ്റി എന്തായിരുന്നു? എനിക്ക് നമുക്ക് വളരെ നോർമൽ. ഞാൻ ഈ പറഞ്ഞ വലിയ ഒരു പ്രശസ്തനോ ഒക്കെയാണെന്ന് വിചാരിച്ച് പൂജക്ക് എന്തെങ്കിലും തോന്നുന്നത്. ഞാൻ അവിടെ ചെന്ന് പൂജയുടെ വല്യച്ഛനുമായിട്ട് ചിക്കൻ കുനിയെ പറ്റി സംസാരിക്കാനാണ് ഇവിടുന്ന്. അല്ല, ആദ്യം വരുന്ന അച്ഛനും പെങ്ങന്മാരും കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ അവരെല്ലാം ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിഷോർ ആളും ബ്രദറൂടെ വരുന്നത്. അമ്മായിപ്പൻ കുഴപ്പമില്ല, അമ്മായിപ്പന്റെ മൂത്ത ബ്രദർ. ഇവരൊക്കെ നമ്മൾ എന്ത് സംസാരിക്കും, നമ്മളിങ്ങനെ പുള്ളി സംസാരിച്ചു തുടങ്ങി. അപ്പൊ വിഷയം ചിക്കൻ കുനിയായി പോയി. ഞാനാണ് ചിക്കൻ കുനിയുടെ അതിന്റെ ഏറ്റവും അതിഭീകരമായ അവസ്ഥയിൽ കൂടെ പോയ ആളാണ്. ഞാൻ പിന്നെ പുള്ളിക്ക് ക്ലാസ് ഒക്കെ എടുത്ത് ചിക്കൻ കുനിയുടെ മറ്റേ അതിന്റെ വൈറസ് ഇങ്ങനെ മ്യൂട്ടിലേറ്റ് ആയിട്ട് പലന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ വധിച്ച് കയ്യിലെടുത്ത് അങ്ങനത്തെ വലിയ സീരിയസ് ചർച്ചകളായിരുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവൻ സിനിമ നടനാണെങ്കിലും വളരെ മോശമല്ലേ വിവരമൊക്കെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ്സ് ഗോഡിന് കിട്ടിയിട്ടുള്ള ആളുകളാണ് ആർട്ടിസ്റ്റുകൾ. ഇനി ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം ആക്ടർ ആവണമെന്നില്ല, ഒരു പെയിന്ററോ ഒരു ഡാൻസറോ ഒരു മ്യൂസീഷ്യനോ ആരായാലും ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇവർ അല്ലേ? സാധാരണ എല്ലാവർക്കും അത് എന്തുകൊണ്ടാണ് പറ്റുന്നില്ല. അപ്പൊ അത്രയും ബ്ലെസ്സിങ്സ് ഉള്ള ഒരാൾ, അത്രയും നന്മയുള്ള ഒരാൾക്കായിരിക്കും
ദൈവം ആ ഒരു അനുഗ്രഹം കൊടുക്കാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിനകത്ത് അല്ലേ വളരെ ശരിയാ. പൂജയുടെ കുറെ കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നു. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജ പറഞ്ഞ അഡ്വൈസ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പ്രൊഫഷൻ മാത്രമാണ്. അതിപ്പോ ഞാൻ പറയും, ഇപ്പൊ ഒരു നമ്മൾ സാധാരണ എല്ലാവരും പറയും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വാവ് പറയുന്നത് അതുപോലെ ഒരു പ്രൊഫഷൻ മാത്രമാണ് ഇത്. ഞാൻ പറയും ഒരു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ആളായതുകൊണ്ടായിരിക്കും എനിക്കൊരു ക്രിയേറ്റീവ് ഒരു ഫീൽഡിലല്ലാതെ ഒരു ഡോക്ടറെ ഒരു എഞ്ചിനീയറോ കല്യാണം കഴിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഇത്ര സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റും കലയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുക, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അല്ലാതെ നമ്മൾ എന്താ രാവിലെ പോയി ജോബ് കഴിഞ്ഞു വൈകുന്നേരം വന്നു കാര്യം. പക്ഷെ ഇവരുടെ ഒരു ജോബിന്റെ ഒരു ഗുണം വരെ നമ്മൾ പോകുന്നിട്ട് ആളുകളുടെ ഒരു സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ? ഞാൻ പറയല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട് അവരുടെ ഒരു ചെല്ലുമ്പോഴത്തേനല്ലേ, നമുക്ക് അതൊന്നും വേറെ ഒരു പ്രൊഫഷനിലും കിട്ടില്ല. അതില്ല, ഒരു ആർട്ടിസ്റ്റിന് മാത്രം കിട്ടുന്ന ഇത്രയും കലയോട് സ്നേഹമുള്ള പൂജ വേറെ എന്തെങ്കിലും കലയോട് ബന്ധമുള്ള എന്തെങ്കിലും ഹോബീസോ എന്തെങ്കിലും ഉണ്ടോ? പൂജ MSc ബോട്ടണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇതിനോടൊരു താല്പര്യം കൊണ്ട് മൾട്ടിമീഡിയ പഠിക്കാൻ പോയി. പിന്നെ പൂജ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പൂജ ഇങ്ങോട്ട് കേട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. കിഷോർ എന്താ പറഞ്ഞത്? പാട്ട് പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അല്ലേ? അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്ര മതി. പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, ഇതിന് താളം വേണ്ട. ഇവിടുത്തെ ഉള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞു, താളം വേണ്ട, ശ്രുതി വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ വേണ്ടുന്ന ഒരാളുകൾ അതായത് കിഷോർ കുറച്ച് കേൾക്കുന്നവർക്ക് ഇതൊക്കെ വേണം, ആവശ്യം ഇല്ല. ആനീസ് കിച്ചൺ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ള പ്രേക്ഷകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലീസ് 2 വരി ഒന്ന് പാടി. അമ്മ പാടത്തില്ലേ മോനെ? കണ്ട കൊച്ചു 2 വരി ധാരാളം. कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, किससे पहले तुम सितारों में बस रही थी कहीं, तुम्हें ज़मीं पे बुलाया गया है मेरे लिए, तुम्हें ज़मीं पे बुलाया गया है मेरे लिए, कभी कभी मेरे दिल में ख्याल आता है. അസലായിട്ട് പാടി. 8 കൊല്ലമായിട്ട് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. അതെല്ലാം പോട്ടെ, ഇന്ന് എന്റെ ഈ പുഡിംഗ് കഴിച്ചില്ല കിഷോർ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കൊള്ളാം. ഒരു കരിക്കൊക്കെ കഴിക്കുന്ന ഫീലുണ്ട്. ഒരു ബേസ് കണ്ടന്റ് അത് മൊത്തം കരിക്ക് വെച്ചാണ് ഫുള്ള്. കണ്ടൻസ് മിൽക്കും കൂടെ, അല്ലാതെ ഒന്നുമില്ല. കൊള്ളാം. എന്തായാലും ഈ ഷോയിൽ വന്ന കിഷോറിനും പൂജയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഞാൻ എന്നാ പറയാ, കോക്കനട്ട് സൂഫ്ലയും കൊഞ്ചും എല്ലാം കഴിച്ചതിനും ഒക്കെ സ്പെഷ്യൽ താങ്ക്സ്. ഒത്തിരി വിശേഷം പറഞ്ഞു. ഞങ്ങളുടെ വകയും താങ്ക്സ്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തന്നതിന് സന്തോഷം. താങ്ക് യു. കേട്ടില്ലേ, വിശേഷങ്ങളും എല്ലാം കേട്ടു. പക്ഷെ ഈ എപ്പിസോഡിൽ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.